ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ എന്ന് പറഞ്ഞ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ടിയാനെ ആണെങ്കിൽ അവരെ ചൈനീസ് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ സീറ്റിലേക്ക് വിളിച്ചിട്ട് നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചേക്കുന്ന ലിറിക്കൽ എസ് എഴുതാൻ പറഞ്ഞപ്പോൾ നീ പ്രാക്ടിക്കൽ റൈറ്റിംഗ് പോലെ കുറേ എഴുതി വെച്ചേക്കുവാണല്ലോ. നീയാണെങ്കിൽ ഒന്ന് നേരെ പഠിക്ക്. ലിറിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിലുള്ള ആ ഒരു ഭാവനയും സംഭവമൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് എഴുതാനുള്ള സംഭവമാണ്. നീ അതിനെ വേറെന്തോ എസ് പോലെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവനൊരു ബുക്ക് കൊടുത്തിട്ട് നീ ഈ ബുക്ക് നോക്കി പഠിക്ക്. ഒന്ന് ചൈനീസ് ലാംഗ്വേജിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി ടിയാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ്. അതിലവൻ പുലിയാണ്. അതേപോലെ തന്നെ ഷെങ് ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത് ചൈനീസിലും ഇംഗ്ലീഷിലുമാണ്. അങ്ങനെ ടിയാനാണെങ്കിൽ ആ ഒരു ബുക്കും മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയം അവൻ നോക്കിയപ്പോൾ താഴെ കോറിഡോറിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ ഷെങ്ങാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നുണ്ട്. അടേന് കറക്റ്റ് ഷെങ്ങിൻ്റെ അടുത്തേക്ക് ഗാവ് വന്നിട്ട് വാ നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ കുറേ കാണാനുണ്ട്, ഞാൻ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഇതെല്ലാം തന്നെ ടിയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ലഗേജ് എല്ലാം എടുത്തുകൊണ്ട് അവൻ ഷെങ്ങിൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിലേക്ക് കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ലഗേജ് കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഷെങ് അവനെ പോകണ്ടെന്നുള്ള രീതിയിൽ ടിയാനെന്നും പറഞ്ഞ് വിളിച്ച് നിർത്തി തടഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു കാര്യമെല്ലാം ടിയാൻ ആലോചിക്കുകയാണ്. അതിനുശേഷം ഷെങ്ങിനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ പഠിക്കാനിരുന്നിട്ട് ഉറങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ടൈമിന് അവൻ്റെ ഫ്രണ്ട് വിളിക്കുകയാണ്. അങ്ങനെ ഷെങ് ഉറക്കം എഴുന്നേറ്റിട്ട് കോളെടുത്തിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം എൻ്റെ ഫ്രണ്ട് അപ്പം നീ പഠിക്കുകയല്ലേ, നേരത്തെ ആ കണക്ക് നീ നേരത്തെ ചെയ്ത് കഴിഞ്ഞോ, നീ പൊളിയാടാന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവൻ ഉദ്ദേശിച്ച കണക്ക് നമ്മുടെ ഷെന്നിന് ചെയ്യാൻ പറ്റാത്തൊരു കണക്ക് അവൻ്റെ ഫ്രണ്ടിനെ കൊടുത്തിട്ട് സീനിയേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആ കണക്കിനെ പറ്റിയിട്ടാണ്. അങ്ങനെ ആ ഒരു കണക്ക് അവൻ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ച് അവൻ്റെ ഫ്രണ്ട് ഇരുന്ന് എടാ നീ പൊളിയാടാ, നീ ഒരു സംഭവമാടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെന്ന് ഞാൻ അത് ഇതിനായിട്ട് ചെയ്തില്ല, നിനക്കത് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ നോ ഐഡിയ, കുറേ ട്രൈ ചെയ്തു നടക്കുന്നതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ എങ്കിൽ പിന്നെ വച്ചിട്ട് പോകാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട് നിനക്ക് എന്ത് പറ്റി, നീ ശരിക്കും ഉറങ്ങുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അല്ല, ഞാനിവിടെ ഇരുന്ന് ഫാമിലി ഡ്രാമ കാണുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട് ഫാമിലി ഡ്രാമയോ, നീ എന്താടി പറയുന്നതെന്ന് വെച്ചപ്പോൾ ഷെങ്ങാണെങ്കിൽ അതൊന്നുമില്ല, എൻ്റെ വീട്ടിലോട്ട് തൊട്ടപ്പുറത്തെ റൂമിലോട്ട് ഒരു പുതിയൊരുത്തൻ താമസം മാറി വന്നു. അവനാണെങ്കിൽ എന്നെക്കാളും കുറച്ച് മൂത്തതാ, അതുകൊണ്ട് ഞാൻ അവനെ ബ്രദറെന്ന് വിളിക്കണം പോലും, പക്ഷെ ഞാൻ വിളിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇവൻ കറക്റ്റ് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അത് അവൻ്റെ സ്റ്റെപ്പ് ബ്രദറായിട്ടുണ്ടെന്നും അവനെക്കാളും കുറച്ച് മാസത്തിൽ ഏജിൽ കൂടുതലാണെന്നും ബ്രദർ എന്നാണ് വിളിക്കേണ്ടതെന്നും ആ ഒരു സംഭവം, അതായത് സ്റ്റെപ്പ് ബ്രദറാണ് എന്നുള്ള കാര്യം പറയുന്നില്ല, അല്ലാണ്ട് വളച്ചു ചുറ്റി ഇങ്ങനെ ഒരാൾ വന്നു എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. ആ സമയമാണ് ഇത് കേട്ടിട്ട് അവൻ്റെ ഫ്രണ്ട് എങ്കിൽ പിന്നെ നിനക്ക് അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ പോരെ, അവൻ്റെ അടുത്ത് ഈ കണക്ക് ചെയ്തു തരാനായിട്ട് പറയും, അവൻ നിൻ്റെ ബ്രദറാണെന്നല്ലേ ഇവ പറഞ്ഞത്, അപ്പം പിന്നെ അവനും നീയും തമ്മിൽ ചേർച്ചയില്ലെന്ന് നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്ത് നീ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കണക്ക് ചെയ്തു തരാനായിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ചെയ്തു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചപ്പോൾ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ അപ്പം നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ലേ, നീ എന്തൊരു കഷ്ടപ്പാടാന്നുള്ള രീതിയിൽ അവനെ ചലഞ്ച് ചെയ്യണം, അപ്പം ചലഞ്ച് ഏറ്റെടുത്തിട്ട് അവൻ ആ കണക്ക് ചെയ്തു തരാം, അപ്പോൾ നിനക്ക് ആൻസർ കിട്ടുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ അതൊന്നും വേണ്ടെന്ന് പറയാണ്. ആ സമയം അവൻ്റെ ഫ്രണ്ട് എങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ കോൾ കട്ട് ചെയ്ത് പോവാണ്. ആ സമയം ഷെങ് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാം, എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് കണക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് ടഫായിട്ടുള്ളൊരു കണക്കായിരുന്നു. അങ്ങനെ അവൻ ടിയാൻ്റെ അടുത്ത് ശരിക്കും ചോദിച്ചാലെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഷെങ്ങിൻ്റെ അമ്മയുടെ ഒരു ഡ്രസ്സിലൊരു മുത്ത് അത് അവൻ എപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മുത്തെടുത്തിട്ട് അവൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ, അമ്മ എനിക്കറിയാം ഞാനും അവനും അത്ര കൂട്ടൊന്നും അല്ല എന്ന്, പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ജീവിതകാലം മൊത്തം വെറുത്ത് ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ലല്ലോ, എപ്പോഴായാലും മിണ്ടേണ്ടല്ലേ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോയി തുടങ്ങിയിട്ട് ഞാനും അവനും തമ്മിലുള്ള ആ ഒരു ദേഷ്യമെല്ലാം മുറിച്ച് ഞാനാണെങ്കിൽ ക്ലോസ് ആവാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അവൻ ടിയാൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് തട്ടണോ വേണ്ടേ, കയറണോ വേണ്ടേ, അത് ചോദിക്കണോ എന്നെങ്കിലും ടെൻഷൻ അടിച്ച് നിന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവൻ വീണ്ടും വേണ്ടാന്ന് പറഞ്ഞ് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് തിരിച്ച് അവൻ റൂമിൻ്റെ അകത്തേക്ക് കയറാണ്. അങ്ങനെ റൂമിൻ്റെ അകത്തേക്ക് കയറി നിന്നിട്ട് എന്നെക്കൊണ്ട് ഇതെന്താ പറ്റാത്തേ, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം, എനിക്ക് മാത്രമല്ല ഈ കണക്ക് ഈ ലോകത്ത് അറിയൂടാതെ ഉള്ളത്, കുറേ പേർക്ക് അറിയത്തില്ലല്ലോ, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പക്ഷെ അവൻ വീണ്ടും അല്ലെങ്കിൽ വേണ്ട ടിയാൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ കരുതിയിട്ട് രണ്ടും കൽപ്പിച്ച് അവൻ ചെന്ന് ഡോറ് തുറക്കാണ്. ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ടിയാനാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതും അവനിപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് അവൻ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ആ സമയത്ത് ഷെങ്ങിനെ കണ്ട് ഷോക്കായിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ചോദിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഷെങ്ങിൻ്റെ കണ്ണാണെങ്കിൽ നേരെ ടിയാൻ്റെ ദേഹത്തോട്ടൊക്കെ ചെല്ലുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ അത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്,
നീയാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് എന്തിനാ തേരാപ്പാര നടന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഷെങ്ങാണെങ്കിൽ നേരത്തെ ടിയാൻ്റെ റൂമിലേക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്ന സമയത്ത് അവൻ തുറക്കണോ വേണ്ടത് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുമായിരുന്നല്ലോ. ആ സമയം ടിയാനാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഷെങ്ങാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് തുറക്കണോ വേണ്ടെന്നിങ്ങനെ അവൻ പറയുന്നുണ്ടായിരുന്നു റിയലായിട്ട്. അതൊക്കെ കേട്ടിട്ട് അവനാണെങ്കിൽ ഡോറിൻ്റെ സൈഡിൽ വന്ന് നിന്ന് ഷെങ് എന്താ കാണിക്കുന്നതെന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിയാനാണെങ്കിൽ നീ എന്തിനാ എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയും ചോദിക്കുകയാണ്. ആ സമയം ഷെങ് അത് പിന്നെ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വയ്ക്കി ഒളിപ്പിച്ച് വയ്ക്കുകയാണ് അവൻ കാണാതിരിക്കാനായിട്ട്. എന്നിട്ട് ഷെങ് അത് പിന്നെ ഞാൻ വന്നത് നീ ക്ലാസ്സിൽ വെച്ച് എൻ്റെ പേന വാങ്ങിച്ചു വെച്ചില്ലേ, ആ പേന നീ ടീച്ചറായിട്ട് പറയാണ്. അങ്ങനെ ടിയാൻ റൂമിൽ ചെന്നിട്ട് ആ പേന എടുത്തുകൊണ്ട് നീ ഇവൻ്റെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഷെങ് ഒന്നുമില്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവൻ ടിയാനെ റൂമിൽ നിന്ന് പുറത്താക്കി ഡോർ അടയ്ക്കുകയാണ്. ഡോർ അടച്ചിട്ട് ഷെങ്ങാണെങ്കിൽ നിനക്ക് എന്ത് പാടാ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതിന് നീ എന്തിനാ അവനടുത്ത് പേന ചോദിച്ചത്? ഒരുപക്ഷെ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൻ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടു കാണില്ല, കാണാൻ എങ്ങനെയാണ് ചാൻസ് എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. എന്നാൽ ശരിക്കും ടിയാനാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഷെങ്ങാണെങ്കിൽ അലാറം കേട്ട് ഉറക്കം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങുന്നപ്പോൾ അവിടെ ഇരുന്ന് ഓൾറെഡി ടിയാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ടിയാൻ്റെ അമ്മ ജിയാങ് വന്നിട്ട് ഗുഡ് മോർണിംഗ്, നീ വന്നിരുന്ന് കഴിക്ക്, നിൻ്റെ അച്ഛൻ രാവിലത്തെ ഫ്ലൈറ്റിൽ ബിസിനസ് ഡീലിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി, നിൻ്റെ അടുത്തത് പറഞ്ഞേക്കാനായിട്ട് പറഞ്ഞു, നീ ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ബിസിനസ് ഡീലുമായിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിലുണ്ടാവാറില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിന് ടിയാൻ്റെ അമ്മ ജിയാങ് ആണെങ്കിൽ എന്തായാലും ടിയാനും ഇപ്പോൾ ഈ വീട്ടിലോട്ട് മാറി വന്നില്ലേ, അപ്പം പിന്നെ നിങ്ങളുടെ ടൈം കിട്ടുന്നതനുസരിച്ച് മിണ്ടി ക്ലോസ് ആവാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിക്കുന്നതും ടിയാനാണെങ്കിൽ ഫുഡ് കഴിച്ച് നിർത്തിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ ഷെങ്ങിന് വേണ്ടിയിട്ട് നീ വെയിറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ എനിക്ക് സ്കൂളിൽ നേരത്തെ പോയിട്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ് അതൊന്നും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനല്ലേലും പോപ്പുലർ ഒന്നും അല്ലല്ലോ, ഞാനിങ്ങനെ എപ്പോഴും ട്രാൻസ്ഫറായി ഓരോ സ്കൂളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കല്ലേ മാറി എല്ലാവരുടെയും കണ്ടില്ലേ, ഞാൻ പുറത്തുനിന്ന് വന്നൊരാൾ മാത്രമാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ഏട്ടാനും ടിയാൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാണ്. നോക്കിയപ്പോൾ ജി ഹാൻ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ അവന് പൈസ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ ജി ഹാൻ യു എനിക്ക് പൈസ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഞാനത് അമ്മയ്ക്ക് സെൻഡ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ആ സമയം ഇത് കേട്ടിട്ട് ഷെങ്ങാണെങ്കിൽ ജി ഹാൻ യുവോ അതാരാ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ടിട്ട് ടിയാൻ്റെ അമ്മയാണെങ്കിൽ ജി ഹാൻ യു ആണെങ്കിൽ ടിയാൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടെ ഫുഡ് എടുത്തുകൊണ്ട് വരാം, അത് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അവൻ എന്തോ ആലോചിച്ചിട്ട് അയ്യോ എനിക്ക് ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ഹോംവർക്ക് എഴുതാനുണ്ട്, ഞാൻ പോവാ കുഴപ്പമില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് സ്പീഡിന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ ആ മാത്സിൽ ആ ഒരു കണക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആരുടെയും ചോദിച്ചാലെന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഈ സമയം ടിയാൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ട് ടിയാനാണെങ്കിൽ സീറ്റിൽ ചെന്നിരുന്നിട്ട് ഒരു പേപ്പറിലാണെങ്കിൽ എന്തോ എഴുതിയിട്ട് ചെന്ന് നമ്മുടെ ഷെങ്ങിൻ്റെ സീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഷെങ്ങാണെങ്കിൽ അതെടുത്ത് നോക്കിയപ്പോൾ ആ ഒരു കണക്ക് ചെയ്യാനായിട്ടുള്ള ഫോർമുല ആയിരുന്നു അത്. അങ്ങനെ അവനത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ടിയാൻ്റെ അടുത്ത് താങ്ക്സ് പറയാൻ വന്നപ്പോഴത്തേക്കും ടിയാനാണെങ്കിൽ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ലൈൻ വായിക്കാനായിട്ട് പറയാണ്. ആ സമയം അവൻ ലാസ്റ്റ് ലൈൻ വായിച്ചപ്പോഴത്തേക്കും പ്ലീസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് അങ്ങനെയായിരുന്നു എഴുതി വെച്ചിരുന്നത്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും ഷെങ് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ടിയാനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നോക്കുന്ന സമയത്ത് ഷെങ്ങാണെങ്കിൽ നീ ലഗേജും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ നിന്നെ ഞാൻ തടഞ്ഞതിനാണോ നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ പറയുന്നത്? അങ്ങനെ ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നീ രാത്രി എവിടെ പോയേനെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഷെങ്ങിനെ നോക്കുന്നുണ്ട്. എന്നാൽ അവൻ കൺട്രോൾ ചെയ്തിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതെ അങ്ങിരിക്കുകയാണ്. ഈ സമയം ഷെങ്ങിനും ദേഷ്യം വന്നിട്ട് എനിക്കങ്ങ് വേണ്ട നിൻ്റെ ആൻസർ ഒന്നും പറഞ്ഞ് എഴുതി കൊടുത്ത ആൻസറിൻ്റെ പേപ്പർ എടുത്തങ്ങ് എറിയാണ്. എന്നിട്ട് ഷെങ്ങാൻ തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം മറ്റു കുറച്ച് പിള്ളേരെല്ലാം കൂടെ അതായത് ഗാവോയും വേറെ 2-3 പിള്ളേരും കൂടെയൊക്കെ ചേർന്നിട്ട് നേരെ ടിയാൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ടിയാനെ ഈ ലാസ്റ്റോടെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ, നമ്മളൊക്കെ ചെയ്തപ്പോൾ പല ആൻസറാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടിയാനാണെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും പുതിയൊരു ആൻസർ ആയിരുന്നു, അതായത് ഇവരാരും ചെയ്ത ആൻസർ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ആൻസർ ചേഞ്ച് ചെയ്തോ ടിയാൻ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടിയാൻ കണ്ടുപിടിച്ച ആൻസർ കോൺഫിഡൻസോടെ എഴുതി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഷെങ് കാണുന്നുണ്ട്. ഷെങ് ശ്രദ്ധിക്കുന്നത് മനസ്സിലായിട്ട് ടിയാനാണെങ്കിൽ ഷെങ്ങിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ സമയം ഷെങ് അവൻ ഇത്രയും ബുദ്ധിശാലിയായിരുന്നു, അവൻ തന്ന ആൻസറിൻ്റെ പേപ്പർ എടുത്ത് ചുരുട്ടി എറിയണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പതുക്കെ തറയിലോട്ട് നോക്കിയപ്പോൾ ആ പേപ്പർ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ആരും കാണാതെ പതുക്കെ ഷൂ ഇട്ട് കിണ്ടി അത് അവൻ എടുത്തിട്ട് ആ ഒരു ഫോർമുലയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും ഇതെല്ലാം തന്നെ ടിയാനും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ഷെങ് കോറിഡോർ വഴി നടക്കുന്ന സമയത്ത് ഗാവ അവൻ്റെ അടുത്ത് വന്നിട്ട് അടുത്ത ക്ലാസ് ഫോർച്യൂൺ ക്യാറ്റിൻ്റെ ക്ലാസ് ആണെന്ന് പറയാണ്. ആ സമയം അവൻ ഫോർച്യൂൺ ക്യാറ്റോ അതെന്താ സാധനം എന്ന് വെച്ചപ്പോഴത്തേക്കും എടാ അത് നമ്മൾ ടീച്ചറിന് ഇട്ടങ്ങനെ പേരാ, ചൈനീസ് ടീച്ചറിൻ്റെ ക്ലാസ്സാണ്, നീ ഇതിലായിട്ട് ചൈനീസ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ഷെങ് ഇല്ല എന്ന് പറയുന്നത്
പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചൈനീസ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നതാണ്. ഈ ടൈമിൽ തന്നെ ഇവർ എക്സാമിൻ്റെ ആ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ടീച്ചർ. അങ്ങനെ കൊടുത്തിട്ട് ഒരെണ്ണം പോലും മര്യാദയ്ക്ക് എഴുതിയിട്ടില്ല. സ്റ്റാർട്ടിങ് ഭാഗം കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു രീതിക്ക് വായിച്ചിട്ട് എഴുതാൻ വയ്യേ. അതുപോലെ തന്നെ എസ്സേ വന്നപ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 10 പേർക്ക് പോലും അറ്റ്ലീസ്റ്റ് 10 പേർക്ക് പോലും ഈ ക്ലാസ്സിൽ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും തെറ്റാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം ഇതൊക്കെ ശരിയുണ്ട്. നമ്മുടെ പുതിയ ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആണ്. അവൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ബാക്കി സ്റ്റുഡൻസ് ആണെങ്കിൽ ഷെങ്ങിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഷെങ്ങും ടീച്ചറെ നോക്കിയ സമയത്ത് ടീച്ചർ ഷെങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ഈവൻ റീഡിങ് സ്കിൽസ് അതിൻ്റെ ഭാഗമായാലും എസ്സേയുടെ ഭാഗമായാലും കോംപ്രിഹെൻഷൻ ആയാലും മൊത്തം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഈവൻ ബെസ്റ്റായിരുന്നു. ഇവൻ ഇതുവരെയായിട്ട് നമ്മുടെ ആ സെമസ്റ്ററിലെ ഭാഗം പഠിച്ചില്ലെങ്കിലും ഇവൻ കറക്റ്റായിട്ട് ചെയ്തു. ഇവന് നല്ല സ്കോറും ഉണ്ട്. എല്ലാവരും നിങ്ങൾ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതൊക്കെ കേട്ടിട്ട് അവന് ക്ലാപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിന് ടീച്ചറാണെങ്കിൽ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിനക്കായിട്ടുള്ളൊരു അഡ്വൈസാണ് ഷെങ്. നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നേരെ എഴുതണം. നിൻ്റെ ചൈനീസിലെ ഓരോ ലെക്ചേഴ്സും തലകുത്തനെയും ഡാൻസ് കളിച്ചൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ടീച്ചർ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ടീച്ചറാണെങ്കിൽ ശരി എന്തായാലും നമ്മുടെ പരീക്ഷയുടെ ആ ഒരു ആൻസേഴ്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുക്കാണ്. ഈട്ടന് പെട്ടെന്ന് ഗാവമാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ നോക്കിക്കോ, ടീച്ചർ ആർക്കാണോ തെറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളത് അവരെ തന്നെ കറക്റ്റ് ആൻസർ പറയാനായിട്ട് വിളിക്കും. അതാണ് ഇവരുടെ ശീലം എന്ന് പറയാണ്. അങ്ങനെ ഇതെന്താ ശീലം എന്ന രീതിയിൽ ഷെങ് ആലോചിച്ചുകൊണ്ടിരുന്നതും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് ടിയാനെ വിളിക്കുകയാണ്. ടിയാൻ അല്ലെങ്കിലും ചൈനീസ് ശരിയാവുന്നില്ല എന്ന് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ടതാണ്. ആ സമയം ടിയാൻ അറിയാം അവൻ എഴുതി വെച്ചേക്കുന്ന ആൻസർ തെറ്റായിരിക്കുമെന്ന്. അങ്ങനെ അവനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്താ ആൻസർ എന്ന് വെച്ചപ്പോൾ അവൻ ആൻസർ എ ആണെന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അത് തെറ്റായ ആൻസർ ആയതുകൊണ്ട് തന്നെ അവൻ്റെ പേപ്പർ തേക്കി വെച്ചിട്ട് ആൻസർ സി ആണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ടിയാൻ കാണുന്നുണ്ട്. എന്നാൽ പക്ഷേ അവനാണെങ്കിൽ ആൻസർ എ അല്ല ഡി ആണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഷെങ് കാണിച്ചു കൊടുത്താൽ കറക്റ്റ് ആൻസർ പറയാതിരിക്കുകയാണ്. ആ സമയം ഇവൻ എന്താ ഇങ്ങനെയൊന്നും നോക്കുന്നുണ്ട്. അതിനുശേഷം ടീച്ചറാണെങ്കിൽ പീരീഡ് മൊത്തം ക്ലാസ് പഠിപ്പിക്കുകയാണ്. പീരീഡ് കഴിയാറായപ്പോൾ ഗാവമാണെങ്കിൽ ഷെങ്ങിൻ്റെ അടുത്ത് എടാ ബെല്ലടിച്ചോണ്ട് ഇറങ്ങി ഓടിക്കണം, ഇവരെ ക്ലാസ് അല്ലേ. എൻ്റെ പൊന്നെ പിള്ളേരെ അവസ്ഥ പോക്ക് കേസാണ്. ബെല്ലടിച്ചോണ്ട് ഇറങ്ങി ഓടി പോയി ഇരുന്ന് ഫുഡ് കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ശെങ്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. ഈ സമയം ഒരു സംസാരിക്കുന്ന ടീച്ചർ കണ്ടിട്ട് ഗാവോനെ എഴുന്നേപ്പിച്ച് ചേർത്തിയിട്ട് എന്താ സംസാരിച്ചതെന്ന് പറയാനായിട്ട് പറയാണ്. ആ സമയം ഗാവോ ഒന്നുമില്ല ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അപ്പോൾ ഒന്നുമില്ലല്ലോ എങ്കിൽ പിന്നെ ഉറക്കെ പറ എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗാവോയ്ക്ക് പറയേണ്ടി വരികയാണ്. പക്ഷേ ആ ഗാവോ കറക്റ്റായിട്ടല്ല പറയുന്നത്. ഗാവോ ജസ്റ്റ് ഫസ്റ്റ് ഇയറിലെ പിള്ളേരെല്ലാവരും പട്ടികളെക്കാളും സ്പീഡിനാണ് ഓടുന്നത് എന്ന് അവൻ പറഞ്ഞ ഡയലോഗിന് വരാം വേറെ ഡയലോഗ് പറയാണ്. ടീച്ചറിനത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ടീച്ചറാണെങ്കിൽ ഇന്ന് പഠിപ്പിച്ച നോട്ട് 3 പ്രാവശ്യം പണിഷ്മെൻ്റായിട്ട് എഴുതിയിട്ട് നീ കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ബെല്ലടിക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ഇറങ്ങി ഓടാണ്. നമ്മുടെ ഗാവോ ഷെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഷെങ് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഗാവോ തന്നെ ഷെങ്ങിനെ തള്ളി മറിച്ചിട്ടിട്ട് ഓടുന്നുണ്ട്. നമ്മുടെ ഷെങ്ങിൻ്റെ കാല് ഗാവോയുടെ കാലിൽ തട്ടിയിട്ട് അവനാണെങ്കിൽ പിന്നെ ഓടാതെ അവിടെ തടയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചർ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ഷെങ്ങും ടിയാന് മാത്രം ഓടി ഇറങ്ങിയില്ല. ബാക്കി എല്ലാവരുടെയും ക്ലാസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ നിങ്ങൾ കണ്ടിട്ട് മാത്രം എന്താ പോകാത്തതെന്ന് വെച്ചപ്പോൾ നമ്മുടെ ടിയാൻ അവിടെ ഇരിക്കുന്ന ഷെങ് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഷെങ്ങാണെങ്കിൽ രണ്ടുപേരോ രണ്ടാമത്തെ ആളെവിടെ എന്ന് പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ടിയാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയം ഷെങ്ങാണെങ്കിൽ അതൊന്നുമില്ല ഞങ്ങളിപ്പോൾ പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ നമ്മുടെ ടിയാൻ്റെ അടുത്ത് വന്നിട്ട് ഓ ടിയാൻ ക്ലാസ് കഴിഞ്ഞിട്ടും നീ എൻ്റെ ചൈനീസ് പേപ്പറിൻ്റെ ആൻസർ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടിയാൻ അയ്യോ ഒന്നും വേണം ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ മറച്ചു വെച്ചിട്ട് ടീച്ചറിന് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർ കൂടുതൽ അടുത്ത് വന്നതും ടിയാനാണെങ്കിൽ ആ ഒരു പേപ്പർ എടുത്തിട്ട് ഡെസ്കിൻ്റെ അടിയിൽ വെച്ചിട്ട് അവൻ പതുക്കെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാണ്. ആ സമയം ഷെങ്ങും ഞാനും പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ ഓപ്പോസിറ്റ് ഡോർ വഴി ഇറങ്ങി ഓടാണ്. ആ സമയം ടീച്ചറാണെങ്കിൽ എന്നിട്ടും വിട്ടില്ല. ആ ഒരു ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ടിയാനാണെങ്കിൽ ടീച്ചർ വിചാരിച്ചല്ല ചൈനീസ് പേപ്പറല്ല നോക്കിക്കൊണ്ടിരുന്നത് ഇംഗ്ലീഷ് പേപ്പറായിരുന്നു. അങ്ങനെ ടിയാനാണെങ്കിൽ ടീച്ചർ പൊക്കിയെന്ന് മനസ്സിലായത് പേടിച്ചോടുന്നുണ്ട്. ആ സമയം ടീച്ചർ എടാ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് പേപ്പർ ചെക്ക് ചെയ്യാന്നാടാ, എന്നെ കണ്ടിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ ടിയാനും ഷെങ്ങും 2 വഴിക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ക്യാൻറ്റീനിൽ ഗാവോയും പിന്നെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറെ 2 പെൺകുട്ടികളും കൂടെ ഇരിക്കാൻ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡും പിടിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ അവിടെ നിൽക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഷെങ്ങിൻ്റെ അടുത്ത് നേരത്തെ ഗാവോ ആണെങ്കിൽ ബെല്ലടിച്ചോണ്ടേ വച്ച് വിട്ട് ഓടിക്കോളാൻ പറഞ്ഞത്. കാരണം ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. പക്ഷേ ആ ഒരു കാരണം അവൻ പറഞ്ഞില്ല, ഓടാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഗാവോയ്ക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഗാവോ ആണെങ്കിൽ ഷെങ് കാരണമാണ് എനിക്ക് സീറ്റ് കിട്ടാത്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അടുത്ത് നിന്നപ്പോൾ വെച്ച് നീ എന്തിനാ അവനെ വെറുതെ കുറ്റം പറയുന്നത്, അവനതിന് ഇവിടുത്തെ റൂൾസ് പോലും അറിയത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഗാവോ ആണെങ്കിൽ
ആണെങ്കിൽ ഓ നീ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടല്ലോ, എന്ത് പറ്റി, അവൻ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൾ അതുകൊണ്ടൊന്നുമല്ല, ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് അല്ലേ, അപ്പോൾ അവർ നോക്കിയാണ് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഗാവാണെങ്കിൽ ഷീ ജിയാഹോയും ട്രാൻസ്ഫർ സ്റ്റുഡൻ്റ് ആണല്ലോ, പിന്നെ നീ എന്നെ അവനെ നോക്കാത്തതെന്ന് വെച്ചപ്പോൾ അവളാണെങ്കിൽ അവൻ നമ്മുടെ താഴത്തെ ക്ലാസ്സിൽ നിന്ന് ട്രാൻസ്ഫറായി മാർക്ക് കൂടിയുണ്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നതല്ലേ, അവന് നമ്മുടെ സ്കൂളിലത്തെ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയാമല്ലോ, അവനെ നോക്കുന്നതും പിന്നെ പുതിയതായിട്ട് സ്കൂളിലോട്ട് വന്ന ഷെങ്ങിനെ നോക്കുന്നതും രണ്ട് കാര്യമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഈ ഷീ ജിയാഹോ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആ പയ്യൻ്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് പേര് പറയാൻ പാടാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ജിയാഹോ എന്നങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവരിങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ക്ലാസ് ടീച്ചർ ഹീഡ പീരീഡാണ്. അപ്പം ക്ലാസ് ടീച്ചർ ഫിസിക്സ് ആണല്ലോ പഠിപ്പിക്കുന്നത്. അങ്ങനെ സാറാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്ന ഹോംവർക്കിൽ ആകെ 3 പേര് മാത്രം ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ എഴുതി. അതും അവർ 3 പേരും മാത്രം കറക്റ്റ് എക്സാക്റ്റ് സെയിം ഫോർമുലയാണ് കൊടുത്തത്. അവർ 3 പേരും ഒന്ന് എഴുന്നേറ്റിക്ക്, ഒരാൾ ഷെങ്, ഒരാൾ ടിയാൻ, പിന്നെ ഒരാൾ ജിയാഹോ ആണെന്ന് പറയാണ്. അങ്ങനെ ഇവർ 3 പേരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ജിയാഹോയും ടിയാനും ഒക്കെ മത്സരിച്ച് പഠിക്കുന്ന പിള്ളേരാണ്. ഇപ്പോൾ നമ്മുടെ ഷെങ് ആ കൂട്ടത്തിൽ കയറിയിട്ടുണ്ടല്ലോ. അങ്ങനെ സാറാണെങ്കിൽ ഇവരെ 3 പേരും എഴുന്നേപ്പിച്ച് ചേർത്തിയിട്ട് നിങ്ങൾ 3 പേരും മാത്രമാണ് ആ പാടുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്, അതും ഒരേ സെയിം ഫോർമുല കൊടുത്തിട്ട് ചെയ്തു, അതെങ്ങനെയാണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഇവരുടെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളത് കോപ്പി അടിക്കുകയാണോ ചെയ്തത്, സ്വന്തമായിട്ടല്ലേ എഴുതിയത്, വന്ന് ഇന്ന് ബോർഡിൽ ആൻസർ എഴുതാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ജിയാഹോനെ വിളിച്ചിട്ട് എഴുതാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ വന്ന് ഇന്ന് ബോർഡിൽ എഴുതാൻ നോക്കിയപ്പോൾ ഇവൻ ആൻസർ ഓർമ്മ വരുന്നില്ല. ഇവൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം എഴുതിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ സാറാണെങ്കിൽ ആ ഓർമ്മ കിട്ടുന്നില്ലല്ലേ, നീ സ്വന്തമായിട്ട് എഴുതിയ ആൻസർ നിനക്ക് ഓർമ്മയില്ലേ, നീ എന്നാ സ്വന്തമായിട്ടല്ലേ എഴുതിയത് എന്നിങ്ങനെ ചോദിച്ചിട്ട് നേരെ ഷെങ്ങിൻ്റെ അടുത്ത് എഴുതാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഷെങ് വന്ന് ആലോചിച്ചിട്ട് അവനും കിട്ടുന്നില്ല. അവൻ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അവനും കിട്ടിയില്ല എന്ന് മനസ്സിലായിട്ട് സാറ് ടിയാൻ്റെ അടുത്ത് വരാനായിട്ട് പറയണം. പെട്ടെന്ന് ഷെങ്ങിന് ആൻസർ ഓർമ്മ വന്നിട്ട് അവൻ എഴുതുന്നുണ്ട്. ആ സമയം നമ്മുടെ ടിയാനും വരാതെ ഷെങ് എഴുതുന്നേ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഷെങ് ആൻസറൊക്കെ എഴുതുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ടൈമിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാവോരെടുത്ത് ഷെങ്ങിനെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി തന്നെ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുമായിട്ട് ഓ ഷെങ് എന്ത് പൊളിയായിരുന്നല്ലേ, അവനെ ആൻസർ എഴുതിയത് നിങ്ങൾ കണ്ടേ അല്ലേ എന്നൊക്കെ ഇനി പറയാണ്. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും അറിയാം ഷെങ് ടിയാനെ നോക്കിയാണ് എഴുതിയത്, അവൻ സ്വന്തമായിട്ട് എഴുതിയല്ലാന്ന്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പെൺകുട്ടി, അവളുടെ പേര് പെപ്പർ എന്നാണ്, പെപ്പർ അപ്പോൾ ഇരുന്നിട്ട് അവൻ കോപ്പി അടിച്ച് എഴുതിയതാണ്, എന്നാലും അവന് അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ, അവൻ ആൻസർ മൊത്തം എഴുതിയല്ലോ, എന്താ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഗാവോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളാണെങ്കിൽ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കേട്ടിട്ട് ജിയാഹുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് എല്ലാം നേടണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പയ്യനാണ് അവൻ, എന്തിനും അതിന് മുതിരുന്നൊരു പയ്യനാണ്. അപ്പോൾ പെട്ടെന്ന് അവനെ കടത്തി വെട്ടി പുതിയതായിട്ട് വന്ന സ്റ്റുഡൻറ്റ് പോലും കയറിപ്പോയത് കണ്ടിട്ട് അവന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അവൻ അത് പുറത്ത് കാണിക്കാതിരിക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ എൻഡാക്കാണ്. ഞാനിത് പാർട്ട് 1 പാർട്ട് 2 ആക്കാൻ കാരണം നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്, കുടുങ്ങിയിരിക്കുകയാണ്. എനിക്ക് പഠിക്കാനായിട്ട് കുറേ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്തേ പറ്റൂ, ടൈമും കിട്ടുന്നില്ല, വീഡിയോയും ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 ആഴ്ച അങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, അതുപോലെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ട്രൈ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഓരോരോ പാർട്ടായിട്ട് മാത്രമായിരിക്കും മിക്കവാറും ഇടാൻ പറ്റുന്നത്, കാരണം മൊത്തം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.